പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർജറി. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. പണ്ട് 2 മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കേസായ പാതിവില കേസുമായി ബന്ധപ്പെട്ട വടക്കാഞ്ചേരി പോലീസിൽ ഇതിനകം 3 പരാതികൾ ലഭിച്ചു. വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സീഡ് സൊസൈറ്റിയുടെ വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ ബുഷറ റഷീദിനെ പോലീസ് ചോദ്യം ചെയ്തേക്കും. ബുഷറ റഷീദിനെതിരെ അന്വേഷണം വേണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലുമായി 48 പേരിൽ നിന്നും പണം കൈപ്പറ്റിയതായാണ് വിവരം. തട്ടിപ്പ് പുറത്തു വന്നപ്പോഴാണ് പണം നിക്ഷേപിച്ച പലരും തട്ടിപ്പിനിരയായി വിവരമറിയുന്നത്. വരും ദിവസങ്ങളിൽ പരാതിക്കാർ കൂടുമെന്നാണ് കണക്കുകൂട്ടൽ. ഇരുചക്ര വാഹനങ്ങൾ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് എന്നിവയാണ് പാതി വിലയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബുഷറ റഷീദിനെതിരെ പതിച്ച പോസ്റ്ററുകൾ പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് ആരോപണമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായും കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഇതിനകം പ്രചരിക്കുന്നുണ്ട്. കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് പോലീസ് ഉത്തരവിട്ടു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.